പവിത്രം സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ വിക്രം മാഷിനോട് പറയുകയാണ്, ഏട്ടനെ വെറുതെ കുറ്റപ്പെടുത്തണ്ട, ഇനി ആ കാര്യമൊക്കെ മറന്നേക്കാം, എന്തിനാ വെറുതെ, ആ കാര്യം കഴിഞ്ഞ് എത്രയോ നാൾ കഴിഞ്ഞാൽ കല്യാണം കഴിഞ്ഞത്. അപ്പോൾ വിനായകൻ ചേട്ടന് ഇനി ആ കുടുംബത്തിൻ്റെ മുന്നിൽ എന്തുമാത്രം നാണക്കേടുണ്ടാവും. അപ്പോൾ മാഷു പറയുകയാണ്, ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കട്ടെ, എല്ലാവരുടെയും മുന്നിൽ അവൻ നാണം കിടട്ടെ എന്ന് പറയുമ്പോൾ വിക്രം പറയുകയാണ്, ഞാൻ ഒത്തിരി വെള്ളം കുടിച്ചതല്ലേ, ഇനിയിപ്പോൾ സാരമില്ല, എല്ലാം മറന്നേക്കാം. അപ്പോൾ മാഷു പറയുകയാണ്, നീ അതെല്ലാം വിട്, വേദ ഇവിടുന്ന് പോകാൻ കാരണം അവരുകൂടിയാണ്. ഇത് കേട്ടിട്ട് വിക്രം പറയാണ്, അവരൊന്നുമല്ല, എന്തോ തെറ്റിദ്ധാരണ വേദയ്ക്ക് സംഭവിച്ചിട്ടുണ്ട്, അതുകൊണ്ടല്ലേ അവൾ എന്നോട് സംസാരിക്കാൻ പോലും കൂട്ടാക്കാത്തത്. അപ്പോൾ മാഷു പറയുകയാണ്, എങ്കിൽ പിന്നെ ഞാൻ നിൻ്റെ കൂടെ വരാം. വേദ ഇവിടെ നിന്ന് പോകാൻ നേരത്ത് പറഞ്ഞത് ശ്രീകാര്യൻ ശ്രീനിവാസൻ്റെ കാര്യമാണ്, അത് നീ എനിക്ക് ഉറപ്പ് തരുവാണെങ്കിൽ. അപ്പോൾ വിക്രം പറയുകയാണ്, ഇലക്ഷൻ കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും ശ്രീകാര്യൻ ശ്രീനിവാസൻ്റെ കൂടെ പോകില്ല. ഇത് കേൾക്കുമ്പോൾ മാഷു പറയാണ്, ആ ഉറപ്പ് നീ എനിക്ക് തന്നാൽ ഞാൻ ഉറപ്പായിട്ടും നാളെ നിൻ്റെ കൂടെ വേദയുടെ വീട്ടിലേക്ക് വരാം, ശങ്കരനാരായണനെ കണ്ട് സംസാരിക്കാം. ഞാൻ കൂടെ ഉണ്ടെങ്കിൽ എന്തായാലും വേദ മറുത്തൊന്നും സംസാരിക്കില്ല, എന്താ കാരണമെന്ന് എന്നോട് തുറന്നു പറയുകയും ചെയ്യും. പിന്നെ അവളെ ഒരു കാരണവശാലും വിട്ടുകൊടുക്കാൻ പാടില്ല. ഈ കുടുംബത്തിന് അവളെ വേണം. അവൾ വന്നതിന് ശേഷമാണ് ഈ കുടുംബത്തിൽ ഒരുപാട് മാറ്റങ്ങളുണ്ടായത്. എനിക്ക് അവളെ ഈ കുടുംബത്തിൽ വേണോ എന്ന് പറയുമ്പോൾ വിക്രമിന് സന്തോഷമാവുന്നു. അടുത്ത ദിവസം രാവിലെ തന്നെ നന്ദിനി എഴുന്നേറ്റിട്ട് വിനായനെ വിളിച്ചു നിർത്തിയിട്ട്, നിങ്ങൾ ആ വിശ്വേട്ടനെ കയ്യിലെടുക്കാൻ നോക്ക്, ഞാൻ അമ്മയും ശ്രീജിയെടുത്തേയും ഒന്ന് കയ്യിലെടുത്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ നന്ദിനി വീട്ടുജോലിയെല്ലാം ചെയ്തിട്ട് എല്ലാവർക്കുള്ള ചായ ഇട്ട് വെക്കുന്നു. അങ്ങനെ അമ്മ അടുക്കളയിലേക്ക് വരുമ്പോൾ പറയുകയാണ്, അമ്മയ്ക്കുള്ള ചായ ഞാൻ ഇട്ടിട്ടുണ്ട്, എന്തായാലും വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടതല്ലേ, പോകുമ്പോൾ നല്ല ഓർമ്മയായിട്ട് പോകാമെന്ന് കരുതി ഈ ചായ ഞാൻ ഇട്ടതാണെന്ന് അച്ഛനോട് പറയേ വേണ്ട, ചിലപ്പോൾ അച്ഛൻ കുടിച്ചില്ലെങ്കിലോ. എന്നിട്ട് ശ്രീജയോടും ഞാൻ ചായ ഇട്ട് വെച്ചിട്ടുണ്ട്, എടുത്ത് കുടിക്കുക എന്ന് പറഞ്ഞിട്ട് പോകുന്നു. ഇതൊക്കെ കേൾക്കുമ്പോൾ ശ്രീജയ്ക്ക് സങ്കടമാവുന്നു. ശ്രീജ അമ്മയോട് പറയുന്നുണ്ട്, അവൾ പോവാന്നൊക്കെ പറയുമ്പോൾ മനസ്സിന് എന്തോ ഒരു സങ്കടം പോലെ. അങ്ങനെ അമ്മ മാഷിനും ചായ ആയിട്ട് ചെല്ലുമ്പോൾ മാഷ് ചോദിക്കുന്നുണ്ട്, ഇന്നെന്താ നേരത്തെ ചായ ഇട്ടോ? അപ്പോൾ അമ്മ പറയുന്നുണ്ട്, അത് പിന്നെ നന്ദിനിയെ ചായ ഇട്ടത്, ഇനി അതും പറഞ്ഞ് കുടിക്കാതിരിക്കേണ്ട. നന്ദിനിക്ക് നല്ല വിഷമമുണ്ട്, അവൾ എന്ത് തെറ്റ് ചെയ്തിട്ടാ? വിനായകൻ ആ കല്യാണത്തിന് മുമ്പ് ചെയ്ത തെറ്റല്ലേ, വിക്രം അതെല്ലാം പുറത്തു കഴിഞ്ഞില്ലേ, ഇനി നമ്മളായിട്ട് എന്തിനാ വെറുതെ, അവരെ എങ്ങോട്ട് പോകാനാ, നമ്മുടെ മക്കൾ തന്നെയല്ലേ, എല്ലാവരും ഈ വീട്ടിൽ സന്തോഷത്തോടെ കഴിഞ്ഞൂടെ എന്നൊക്കെ പറഞ്ഞ് മാഷിനോട് പറയുകയാണ്. മാഷ് എന്നാലും ഒരു തരത്തിലും വിട്ടുകൊടുക്കുന്നില്ല. മാഷ് അവരെ ഇവിടെ നിന്ന് ഇറക്കി വിടണമെന്ന് തന്നെ സംസാരിക്കുകയാണ്. അമ്മ മാഷിനോട് സങ്കടപ്പെട്ട് സംസാരിക്കുകയാണ്. അടുത്തതായിട്ട് കാണിക്കുന്നത് വിനായകനാണെങ്കിൽ വിശ്വത്തിനെ കയ്യിലെടുക്കാനായിട്ട് വിശ്വ അവിടെ ബ്രഷ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അടുത്തേക്ക് നിന്നിട്ട്, ഏട്ടാ എങ്ങനെയെങ്കിലും ഞാൻ എങ്ങോട്ട് പോകാനാ, എൻ്റെ കയ്യിലാണെങ്കിൽ ആകെ പണവും ഇല്ല, ഇതും പറഞ്ഞ് ഞാനിനി എങ്ങോട്ട് പോവും? നന്ദിനിയുടെ വീട്ടിലേക്കാണെങ്കിൽ ചെന്ന് കയറാനും പറ്റില്ല, അവിടെ അച്ഛനോടാ എല്ലാവർക്കും മതിപ്പ്, എന്നോട് ക്ഷമിക്കണം എന്ന് പറയുമ്പോൾ വിശ്വം പറയാം, നീ കാണിച്ചു കൂട്ടിയെന്നെല്ലാം നിനക്ക് കിട്ടിയതല്ലേ. അപ്പോൾ വിനായകൻ സങ്കടമൊക്കെ അഭിനയിക്കുന്നുണ്ട്. അപ്പോൾ വിശ്വം ചോദിക്കുകയാണ്, അല്ലെങ്കിൽ തന്നെ നിൻ്റെ ഈ കുറുക്കാശൊക്കെ ഉണ്ടല്ലോ, നിനക്കൊരു വീടെടുത്ത് താമസിച്ചാൽ പോരെ എന്ന് പറയുമ്പോൾ വിനായകൻ പറയുകയാണ്, എൻ്റെ ഈ കാശൊന്നുമില്ല, ഞാൻ പല കാര്യങ്ങൾക്കും ഇറക്കി, എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒരു പണവും ഇല്ല, ഞാൻ ചെയ്തത് തെറ്റാ, പക്ഷേ നന്ദിനിയെ കൂട്ടി ഞാൻ ഇനി എങ്ങോട്ട് പോകാനാ, ഞാൻ ഒറ്റയ്ക്കായിരുന്നെങ്കിലും കുഴപ്പമില്ലായിരുന്നു, ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്നൊക്കെ പറയുമ്പോൾ വിശ്വം വിനായകനെ ആശ്വസിപ്പിക്കുന്നു. ഈ സമയത്താണെങ്കിൽ നന്ദിനി തുണി കഴിയിട്ട് ആരും ഇങ്ങോട്ട് വരുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ശ്രീജ ഇങ്ങോട്ട് വരുന്നു. എന്നിട്ട് നന്ദിനി ഞാൻ കഴിക്കോളാം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നന്ദിനി പറയാണ്, ഇന്ന് ശ്രീജയുടെ അടുത്തല്ലേ കിടന്നേ, ഇന്ന് ഞാൻ കഴിയാം, എന്തായാലും ഇവിടെ നിന്ന് പോവല്ലേ, എവിടേക്കെങ്കിലും പോയല്ലേ പറ്റൂ. വിനയേട്ടൻ എന്തായാലും തെറ്റ് ചെയ്തു, ഞാൻ വരുന്നതിന് മുമ്പ് വിനയേട്ടൻ തെറ്റ് ചെയ്തത്, ഇനിയിപ്പോൾ എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയെ, ഇവിടെ നിന്ന് ഇറങ്ങി കൊടുത്തല്ലേ പറ്റൂ. വിനയേട്ടനാണെങ്കിൽ ഏതെങ്കിലും കടത്തിണയിൽ കിടക്കാം, എനിക്കാണെങ്കിൽ അത് പറ്റില്ലല്ലോ, എങ്ങോട്ട് പോകണമെന്ന് പോലും അറിയില്ല എന്ന് പറഞ്ഞ് നന്ദിനി ഇങ്ങനെ കരയുന്നു. അപ്പോൾ ശ്രീജയാണെങ്കിൽ പെട്ടെന്ന് ഇതെല്ലാം ആലോചിച്ച് നന്ദിനി ഇങ്ങനെ കരയുന്നത് കൂടെ കാണുമ്പോൾ ശ്രീജയ്ക്ക് സങ്കടം വരുന്നു. ശ്രീജ അവിടെ നിന്ന് കരയാണ്. ഇതൊക്കെ നന്ദിനിക്ക് ഒരു സന്തോഷമാവുന്നുണ്ട്. എന്തായാലും ശ്രീജയെടുത്തി വലയിൽ പെട്ടു എന്നുള്ള രീതിയിൽ നന്ദിനി നോക്കി ചിരിക്കുന്നു. അടുത്തതായിട്ട് കാണിക്കുന്നത് എല്ലാവരും ചേർന്ന് മാഷിനോട് പറയുകയാണ്, ഇവരോട് ഈ പ്രാവശ്യം തെറ്റ് നമുക്ക് ക്ഷമിക്കാം, ഇവിടെ നിന്ന് പറഞ്ഞു വിടരുത്, എന്തായാലും മക്കളില്ലെന്ന് പറയുമ്പോൾ മാഷ് ഒരു തരത്തിൽ പറയുകയാണ്, വേണ്ട, ഇനി ഇവർ ചെയ്ത തെറ്റിന് ഇവരിവിടെ നിന്ന് പോയേ പറ്റൂ എന്ന് പറയുമ്പോൾ അമ്മയും വിക്രവും എല്ലാവരും, ഞാൻ ആ ഇതെല്ലാം മറന്നു കഴിഞ്ഞു, എല്ലാ തെറ്റിനുള്ള ശിക്ഷ ഞാൻ അനുഭവിച്ചു കഴിഞ്ഞു, ഇനി എനിക്ക് ആരോടും ഒരു ദേഷ്യമില്ല, എന്തായാലും ഏട്ടത്തിയോടുള്ളതല്ലേ, ഇവരിങ്ങനെ പറഞ്ഞു വിട്ടാൽ ഒരു പെൺകുട്ടിയെ എങ്ങനെ ഇവിടെ നിന്ന് ഇറക്കി വിടുന്നത്, അതുകൊണ്ട് വേണ്ട എന്ന് പറയുമ്പോൾ വിശ്വം പറയുന്നുണ്ട്, അവരിവിടെ നിന്നോട്ടാച്ചാ, അവരെങ്ങോട്ട് പോകാനാ. അപ്പോൾ ശ്രീജേടത്തിയും പറയുന്നുണ്ട്, നന്ദിനി ഒരു പെണ്ണല്ലേ അച്ഛാ, ഇങ്ങനെ ഇറക്കി വിട്ടാൽ അവരിപ്പോൾ പെട്ടെന്ന് എങ്ങോട്ട് പോകാനാ. അങ്ങനെ മാഷിന് അലിവ് തോന്നിയിട്ട് മാഷ് പറയാണ്, എന്തായാലും എല്ലാവരും പറഞ്ഞ സ്ഥിതിക്ക് അവരിവിടെ നിന്നോട്ടെ, അടങ്ങി ഒതുങ്ങി നിന്നോണം എന്ന് പറഞ്ഞിട്ട് മാഷ് അവിടെ നിന്ന് പോകുന്നു. വിനായകനാണെങ്കിൽ വിക്രമിനെയൊക്കെ കെട്ടിപ്പിടിച്ചിട്ട് സന്തോഷം കൊണ്ടിങ്ങനെ നിൽക്കുകയാണ്. നന്ദിനി ശ്രീജയുടെ അടുത്തേക്ക് നിന്നു. എല്ലാവരും ഇങ്ങനെ സന്തോഷത്തോടെ നിൽക്കുന്ന കാണിക്കുന്നു. അടുത്തതായിട്ട് കാണിക്കുന്നത് മാഷും വിക്രവും കൂടി വേദയുടെ വീട്ടിലേക്ക് ചെല്ലുന്നു. അങ്ങനെ ബെല്ലടിക്കുമ്പോൾ
ദീപ്തി വന്ന് കതക് തുറന്നിട്ട് അച്ഛാ ദാ ആരാ വന്നിരിക്കുന്നത് നോക്ക്. അങ്ങനെ പെട്ടെന്ന് ശങ്കരനാരായണ എഴുന്നേറ്റ് വന്ന് നോക്കുമ്പോൾ മാഷും വിക്രവും നിൽക്കുന്നു. പെട്ടെന്ന് ദീപ്തി ചെന്ന് അമ്മയെ വിളിച്ചുകൊണ്ട് വരുമ്പോൾ എല്ലാവരും ചേർന്ന് വാ അകത്തേക്ക് വാ, മാഷ് എന്താ അവിടെ തന്നെ നിൽക്കുന്നത്, അകത്തേക്ക് വരാനായിട്ട് പറയുമ്പോൾ മാഷ് അകത്തേക്ക് പോകുമ്പോൾ വിക്രം അവിടെ തന്നെ നിൽക്കുമ്പോൾ ദീപ്തി പറയുന്നുണ്ട് ചേട്ടൻ എന്താ അവിടെ നിൽക്കുന്നത്, അകത്തേക്ക് വാ. അങ്ങനെ അമ്മയും വിക്രമിനെ അകത്തേക്ക് വിളിക്കുന്നു. അങ്ങനെ മാഷും വിക്രവും അകത്തേക്ക് ചെന്ന് ശങ്കരനാരായണനായിട്ട് സംസാരിക്കുകയാണ്. ശങ്കരനാരായണൻ ചോദിക്കുകയാണ് അല്ല മാഷ് എന്താ പ്രത്യേകിച്ച്. അപ്പോൾ മാഷ് പറയുകയാണ് അത് പിന്നെ എനിക്ക് വേദയെ കണ്ടൊന്ന് സംസാരിക്കണം. അപ്പോൾ ശങ്കരൻ ചോദിക്കുകയാണ് അത് എന്താ കാരണമെന്ന് അറിഞ്ഞാൽ. അപ്പോൾ മാഷ് പറയുകയാണ് എന്താ കാരണമെന്ന് ഞാൻ എന്തിനാ വന്നിരിക്കുന്നതെന്ന് ശങ്കരൻ അറിയാലോ, എനിക്ക് ഒന്ന് കണ്ട് സംസാരിച്ചാൽ മതി എന്ന് പറയുമ്പോൾ ശങ്കരൻ പറയുകയാണ് തിരിച്ചു വിളിക്കാനാണോ വന്നിരിക്കുന്നത്. മാഷു പറയുകയാണ് അതെ, കുട്ടികൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ. അപ്പോൾ ശങ്കരൻ പറയുകയാണ് കുട്ടികളെന്ന് വെച്ചാൽ സ്വന്തമായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിവുള്ള ഇവരെ എങ്ങനെയാ കുട്ടികളെന്ന് വിളിക്കുന്നത്, എല്ലാം അവരവരുടെ ഇഷ്ടത്തിനല്ലേ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ മാഷ് ഒന്നും മിണ്ടാൻ നിൽക്കുന്നു. ഇവിടെ വെച്ചാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ കൂടി മറക്കരുത്. താങ്ക്